എന്റെ പരാജയത്തിൽ ദ്രൗപദി മനസ്സിൽ ചിരിച്ചു. ഞാൻ ലജ്ജയോടെ തടാകത്തിന്റെ പടവുകൾ ഇറങ്ങി. കയ്യിലിരുന്ന ശൈവചാപം ഓരോ നിമിഷവും ഭാരം കൂടി വരുന്നതായി എനിക്ക് തോന്നി. ഏറ്റവും കൂടുതൽ സമയം അത് കയ്യിലെന്നി നിന്നത് ഞാൻ തന്നെയായിരുന്നു. മണ്ഡപത്തിലെ ജനങ്ങളുടെ പ്രതികരണം അറിയുവാൻ ഞാൻ ചുറ്റും നോക്കി. മൗനിയായിരുന്ന യാദവ രാജാവ് ശ്രീകൃഷ്ണൻ എന്റെ നേരെ നോക്കി ഗൂഢമായി ചിരിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ തലകുനിച്ചിരുന്നു. കർണൻ ഭ്രാന്തന്മാരെ പോലെ അപ്പോഴും ആ കർമ്മനായ ശ്രീകൃഷ്ണന്റെ കാലുകളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് നോക്കി മൗനഭാഷയിൽ ഞാൻ പറഞ്ഞു, എടോ, വെറുതെ ചിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഈ ചാപം ഉയർത്തി വ്യവസ്ഥ പാലിച്ചു കാണിക്കും. ഞാൻ ആ ബാണം അയാളുടെ നേരെ വലിച്ചെറിഞ്ഞു. പക്ഷേ എന്റെ ഭുജങ്ങളുടെ ശക്തി ക്ഷയിച്ചതുകൊണ്ട് അത് അധികം ദൂരെയല്ലാതെ മനസ്സിലുള്ള കല്ലുകളിൽ തട്ടി എന്റെ കാലിൽ വന്നു നിന്നു. കാലിൽ നിന്ന് തല വരെ വേദന ഇരച്ചു കയറി. പരീക്ഷയിൽ പരിചിതമായ മനസ്സും ചാപത്തിന്റെ ഭാരത്തിൽ ശരീരവും കയറി. സഹായത്തിനായി അടുത്തിരുന്ന ജരാസന്ധനെ നോക്കി. അദ്ദേഹം നിഷേധാർത്ഥത്തിൽ തലകുനിച്ചു. ആ വിഷമാവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തോട് ദയതു. ജരാസന്ധന്റെ ദുഃഖം കണ്ടപ്പോൾ ചാപത്തിനിടയിൽ അമർന്ന കാലിനുണ്ടായ വേദനയേക്കാൾ കൂടുതൽ ദുഃഖം തോന്നി. കാൽ ചാപത്തിനിടയിൽ അമർന്ന് മുറിഞ്ഞുപോയാലും സഹായത്തിനായി ആരെയും നോക്കുന്നില്ല എന്നുറച്ച് ഞാൻ കണ്ണുകൾ ഇറക്കിയടച്ചു. അല്പസമയം മുൻപ് ജരാസന്ധനെ രക്ഷിച്ച ദുര്യോധനൻ ഇപ്പോൾ ചാപത്തിനടിയിൽപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും വ്യാകുലപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. ചോണനുറുമ്പുകൾ പൊതിഞ്ഞ് മുറിവേറ്റ സർപ്പത്തെ പോലെ ഞാൻ പിടയുവാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് മണ്ഡപത്തിലെ പിറുപിറുക്കലിന്റെ ശബ്ദം അല്പമുണ്ട്. മുറിഞ്ഞ ശബ്ദങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി എന്റെ കാതിൽ പതിച്ചു. കർണൻ, കവചകുണ്ടലങ്ങൾ, ലക്ഷ്യഭേദനം, സർവശ്രേഷ്ഠ ധനുർധാരി, സാക്ഷാൽ ധനുർവേദം. കർണന്റെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ തലയുയർത്തി. അയാൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അയാളുടെ കാതുകളിലെ കുണ്ടലങ്ങൾ ചുവന്ന് ജ്വലിച്ചിരുന്നു. പക്ഷെ എഴുന്നേറ്റിട്ടും അയാൾ അടുത്തിരുന്ന ശ്രീകൃഷ്ണന്റെ കാലിൽ തിരുവിരലിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. ഉറക്കെ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു, കർണ, ഗരുഡനെപ്പോഴും എപ്പോഴും ആകാശത്തിൽ പാറിപ്പറക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ ഇന്ന് ഈ കൃഷ്ണന്റെ കാലുകളിൽ തന്നെ പതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ തന്റെ വലതുകാലിലെ പെരുവിരൽ മെല്ലെ ഉയർന്നു. മധുരമായ ഒരു മന്ദഹാസത്തോടെ കർണൻ പെട്ടെന്ന് തിരിഞ്ഞ് വേഗത്തിൽ കാലടികൾ വെച്ച് എന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ ശരീരവിടവിന്റെ ആകർഷണീയത കണ്ടാൽ വിശാലമായി ഉയർന്ന ഒരു കരിങ്ങാലി മരം നടന്നു വരുന്നതാണെന്നേന്ന് തോന്നുന്നു. അയാളുടെ ഓരോ കാലുവെട്ടിലും കാതിലെ കുണ്ടലങ്ങൾ താളത്തിൽ ഇളകിയിരുന്നു. അയാളുടെ ആത്മവിശ്വാസം നിറഞ്ഞതും മനോഹരവുമായ നടത്തത്തിൽ മുക്തരായ പ്രേക്ഷകർ അയാളുടെ ചാപത്തിൽ കൈവെക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരമായ കൈയടികളോടെ അയാളെ സ്വാഗതം ചെയ്തു. എന്റെ കാലുകൾ ചാപത്തിനടിയിൽ അമർന്നിരിക്കുകയാണെന്ന് പോലും എനിക്ക് തോന്നുന്നു. ഹസ്തിനാപുരത്തിലെ രണഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടിയ മുത്ത് 10 ദിക്കിലും തേജസ്സിന്റെ ശക്തമായ കിരണങ്ങൾ വിതറിക്കൊണ്ട് നടന്നു വരികയാണ്. ഞാനെന്ത് സ്വാർത്ഥനാണ്! കർണനെ ഉപയോഗിച്ച് ഞാൻ പാഞ്ചാലിയെ തന്റെ അർദ്ധാംഗിനിയാക്കുവാൻ പോകുന്നു. എത്ര വിരസമാണ്! പാഞ്ചാലിയെ പോലുള്ള സുഗന്ധം കർണനെ പോലെയുള്ള സുവർണ പുഷ്പത്തിലെ ശോഭിക്കുകയും കർണന്റെയും പാഞ്ചാലിയുടെയും ജോലി സാക്ഷാൽ ഉമാശങ്കരന്മാരെ പോലും രചിപ്പിക്കുന്നതായിരുന്നു. ഞാൻ എന്റെ ചിന്ത മാറ്റി. നിമിഷങ്ങൾക്കകം കർണൻ മത്സ്യഭേദനം നടത്തും. അയാൾ മത്സ്യഭേദനം നടത്തുമ്പോൾ ദ്രൗപദിയെ അംഗരാജ്യത്തിന്റെ മഹാറാണിയായി ജയാഘോഷം മുഴക്കണം. ചമ്പാനഗരം അംഗരാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുക തന്നെ വേണം. ഇതുകൊണ്ട് മാത്രമായില്ല, കർണൻ കൗരവരുടെ സേനാധിപതിയാണെന്ന് കൂടി പ്രഖ്യാപിച്ച് അയാൾക്ക് ഉചിതമായ അംഗീകാരവും കൊടുക്കണം. ഹസ്തിനാപുരിയിൽ മടങ്ങിയെത്തി ഈ കാര്യം മഹാരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് സേനാധിപതി പദവി വീണ്ടും വണ്ണം നിറവേറ്റണം. ഹസ്തിനാപുരത്തിൽ രാജകീയമായി ആനപ്പുറത്ത് ആരുടെ ആഘോഷയാത്ര എഴുന്നള്ളില്ല. ഞാൻ ഇങ്ങനെയെല്ലാം മനസ്സിൽ വിചാരിച്ചു. നിമിഷ നേരം കൊണ്ട് അയാൾ എന്റെ സമീപത്തെത്തി. ഉത്തരീയത്തിന്റെ തൂങ്ങിക്കിടന്ന തുമ്പ് അരയിൽ ഉടയാടയിൽ തിരിഞ്ഞു. ഒരു തവണയെ അയാൾ എന്റെ നേരെ നോക്കിയുള്ളൂ. ഒന്നും മിണ്ടാതെ അയാളുടെ നീലതരത്തിൽ വിശാലവും തേജസ്സുറ്റതുമായ കണ്ണുകൾ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, രാജൻ, പേടിച്ചുപോയോ? താങ്കളെ മോചിപ്പിക്കുവാൻ സമർത്ഥനായ കർണനുള്ളപ്പോൾ അങ്ങ് പ്രതീക്ഷയോടെ ജരാസന്ധനെ നോക്കിയത് എന്തേ? ഭാരിച്ചായ ശൈവചാപം ഒറ്റ കൈകൊണ്ട് അയാൾ നിഷ്പ്രയാസം പൊക്കി. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുമ്പേ അയാൾ ആ ചാപം ആകാശത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ഒറ്റ കൈകൊണ്ട് തന്നെ അത് കൃത്യമായി പിടിച്ചെടുത്തു.
ഒരു കൊച്ചുകുട്ടി കളിപ്പാട്ടം മുകളിലേക്കിട്ട് പിടിച്ചെടുക്കുന്നത് പോലെ. എൻ്റെ കാലും മനസ്സും സ്വതന്ത്രമായി. മണ്ഡപം നിരന്തരം കൈയടി കൊണ്ട് മുഴങ്ങി. കർണന്റെ അർഘ്യദാനം സ്വീകരിക്കുന്ന ഗംഗയുടെ അലകൾ എൻ്റെ മുന്നിൽ നൃത്തം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. മിന്നൽ വേഗത്തിൽ അയാൾ സരസനടുത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന ആവനാഴിയിലും ഒരു ബാണം വലിച്ചെറിഞ്ഞു. അത് സൂക്ഷ്മ ലക്ഷ്യത്തെ കൃത്യമായി ഭേദിക്കുവാൻ അയാൾ എപ്പോഴും പ്രയോഗിക്കാറുള്ള സൂചിബാണമായിരുന്നു. ഞാൻ വലിച്ചു കെട്ടി സൂചിബാണം അതിൽ വെച്ച് അയാൾ വെള്ളത്തിലേക്ക് നോക്കി. കരക ശബ്ദത്തോടെ കറങ്ങുന്ന യന്ത്ര മത്സ്യത്തിന്റെ കണ്ണുകൾ വെള്ളത്തിൽ എവിടെയാണ് പ്രതിബിംബിക്കുന്നതെന്ന് തിരയുവാൻ അയാളുടെ കണ്ണുകൾ ചുറ്റിക്കറങ്ങി. അയാളുടെ ഭവ്യമായ നിൽപ്പ് പ്രേക്ഷകരെയും ആകർഷിച്ചു. ജലത്തിലേക്ക് എത്തി നോക്കുന്ന അയാളുടെ കഴുത്തിൽ സുന്ദരമായ വരകൾ പ്രത്യക്ഷപ്പെട്ടു. മാനിന്റെ മേൽ ചാടി വീഴുന്നതിന് മുമ്പ് സിംഹം ചുവടുവെക്കുന്നത് പോലെ അയാൾ ചുവടുവെച്ചു. എല്ലാവരുടെയും ദൃഷ്ടി അയാളുടെ സൂചിബാണത്തിന്റെ അഗ്രത്തായിരുന്നു. ദ്രുപദപുത്രിയായ പാഞ്ചാലിയുടെ ജീവിതം ആ അസ്ത്രത്തിലൂടെ സഞ്ചരിച്ച് കർണന്റെ ചരണങ്ങളിൽ വീഴുവാൻ പോകുന്നു. എല്ലാവരും കൗതുകത്തോടും ഉത്കണ്ഠയോടും കർണനോടുള്ള അചഞ്ചലമായ ആദരവും കൂടി ശ്വാസമടക്കി നിന്നു. അതൊരു ദിവ്യ നിമിഷമായിരുന്നു. എല്ലാ പാഞ്ചാലരുടെയും കൗരവരുടെയും ഭാവി ആ യന്ത്ര മത്സ്യത്തോടൊപ്പം അപ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടും. പാഞ്ചാലിയെ നേടി കർണന്റെ ജീവിതം പ്രകാശപൂർണമാവും. പാഞ്ചാലിയുടെ ജീവിതം കർണനുമായുള്ള പ്രകാശപൂർണമായ സഹവാസത്താൽ വികസിക്കും. ആ നിമിഷം എല്ലാവരുടെയും ഭാവി നിർണ്ണയിക്കുന്ന നിമിഷമാണ്. എൻ്റെയും കൗരവരുടെയും ആര്യാവർത്തത്തിൻ്റെയും സൂര്യശിഷ്യനായ കർണന്റെയും. മത്സ്യയന്ത്രത്തിൽ ചുറ്റിക്കറങ്ങുന്ന മത്സ്യം, അതിൻ്റെ കണ്ണിൻ്റെ പ്രതിബിംബം, സൂചിബാണത്തിൻ്റെ അഗ്രം, ഇവയെ താരതമ്യം ചെയ്ത് ലക്ഷ്യഭേദത്തിനായി ഞാൻ കാതിലെ കുണ്ടലങ്ങളോളം വലിച്ചു. അതോടൊപ്പം എല്ലാവരുടെയും ഉത്സാഹവും വർദ്ധിച്ചു. ബാണം അയക്കേണ്ടതായിരുന്നു. അപ്പോഴേക്കും മണ്ഡപത്തിലെ ഉത്കണ്ഠ നിറഞ്ഞ ശാന്തി തീർത്തുകൊണ്ട് ശക്തമായ ഒരു സ്വരം കാൽത്തറയിൽ നിന്ന് ഉയർന്ന് എല്ലാവരുടെയും കാതുകളിൽ ബാണം പോലെ തറച്ചു. നിൽക്കൂ. ആരാണത് എന്ന് ആർക്കും ആദ്യം മനസ്സിലായില്ല. എല്ലാവരും കാൽത്തറയിലേക്ക് നോക്കി. ശുഭ്ര നിറത്തിലുള്ള വർണ്ണമാലയം ഒന്നിളങ്ങി. എല്ലാവരുടെയും ഹൃദയം മിടിക്കുവാൻ തുടങ്ങി. ദ്രൗപദിയായിരുന്നു അത്. കയ്യിലുള്ള താമരപ്പൂവിൻ്റെ വർണ്ണമാലയം ഉയർത്തിക്കൊണ്ട് കഴുത്തിലെ സുന്ദരമായ ഞരമ്പുകൾ വികസിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിൽക്കൂ. താങ്കൾക്ക് മത്സ്യഭേദനം ചെയ്യുവാൻ കഴിയില്ല. ആശ്ചര്യകരമായ പിറുപിറുക്കളിൽ മണ്ഡപത്തെ മൂടി. എന്തുകൊണ്ട് കഴിയില്ല? പെട്ടെന്ന് തൻ്റെ പുഷ്ടമായ കഴുത്തുയർത്തി അംഗരാജാവ് കർണൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. താങ്കൾ ക്ഷത്രിയനല്ല. ഒരു തേരാളിയുടെ ഭാര്യയോ മരുമകളോ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ക്ഷത്രിയ കുമാരിയാണ്, ശുദ്ര തേരാളിയുടെ മകളല്ല. ചാവം പിടിച്ചിരുന്ന കർണന്റെ കൈകൾ കോപം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. വലിച്ചു കെട്ടി ഞാൻ പ്രകമ്പനം കൊണ്ടു. കയ്യിലുള്ള ശൈവചാപത്തിൽ നിന്ന് മത്സ്യത്തിന്റെ നേത്രഭേദത്തിനായി വെച്ച ബാണം വളഞ്ഞു തിരിഞ്ഞ് നേരെ ശ്രീകൃഷ്ണന്റെ ഇരിപ്പിടത്തിന് നേരെ പാഞ്ഞ് അയാളുടെ വലതുകാലിലെ പെരുവിരലിൽ വന്ന് പതിച്ചു. അക്രൂരൻ, ബലരാമൻ, ഉദ്ധവൻ മുതലായവർ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. പക്ഷേ ഒന്നും മിണ്ടാതെ കൃഷ്ണൻ എല്ലാവരോടും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. തൻ്റെ കാലുകൾ എള്ളിടയിളക്കാതെ താഴേക്ക് കുനിഞ്ഞ ബാണം തൻ്റെ പെരുവിരലിൽ നിന്ന് വലിച്ചെടുത്തു. എന്നിട്ട് രക്തം പീതാംബരം കൊണ്ട് മെല്ലെ തുറച്ചു, തീർത്തും നിർവക ഭാരത്തോടെ. ആ രക്തം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ശുദ്രൻ, സൂതപുത്രൻ, പിറുപിറുത്തുകൊണ്ട് ഹൃദയമലിയുന്ന ദുഃഖത്തോടെ തൻ്റെ മുഖം തിരിച്ചുകൊണ്ട് കർണൻ ഭയങ്കരമായി അട്ടഹസിച്ചു. എന്തൊരു ചിരി! അത് വെറും ചിരിയായിരുന്നില്ല. ആഘോഷിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവമാണത്. കർണൻ അങ്ങനെ ആഘോഷിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ ചിരിച്ചത്. പക്ഷേ ആ ചിരി ആഘോഷത്തേക്കാൾ ഹൃദയഭേദകമായിരുന്നു. അയാളുടെ തേജസ്സുറ്റ കുണ്ടലങ്ങളിൽ ഒരു നിമിഷം തേജസ് അറ്റുപോയി. അടുത്ത നിമിഷം തന്നെ അവ രക്തവർണ്ണത്തിൽ പ്രകാശം ചുരുങ്ങിക്കൊണ്ട് സ്വഭാവ്യമായ അയാളുടെ മനസ്സിന്റെ ഭാവങ്ങളെ സ്പഷ്ടമാക്കി. ബാണങ്ങൾ മേൽക്കൂരയിലുണ്ടാക്കിയ ദ്വാരങ്ങളിലൂടെ ആകാശത്തെ ജ്വലിപ്പിക്കുന്ന ചൂട് പിടിച്ച സൂര്യനെ നേരെ ഭ്രാന്തനെ പോലെ നോക്കിക്കൊണ്ട് കല്ലുകൊണ്ട് കെട്ടി ഉയർത്തിയ തടാകത്തിൽ കൽപ്രതിമ പോലെ അയാൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അടുത്ത നിമിഷം തന്നെ കയ്യിൽ വിറച്ചുകൊണ്ടിരുന്ന ശൈവചാപം ക്രോധത്തോടെ താഴെ കമ്പളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് കാറ്റായിട്ട് പടർന്നു പിടിക്കുന്ന കാട്ടുതീ പോലെ വേഗത്തിൽ നടന്ന് തൻ്റെ ഇരിപ്പിടത്തിനരികിൽ വന്ന് തല കുനിച്ചിരുന്നു. നടക്കുമ്പോൾ അയാളുടെ പാദങ്ങൾ പതിഞ്ഞ ഭാഗത്ത് കമ്പളം കരിഞ്ഞ് കറുത്തുപോയിരുന്നു. പൗർണമി നാളിൽ കടൽ ശോഭിക്കുന്നത് പോലെ ഭാവനങ്ങളുടെ ഭയങ്കരമായ കൊടുങ്കാറ്റ് കർണന്റെ ഹൃദയത്തെ എങ്ങനെ വിക്ഷുബുദ്ധമാക്കിയിട്ടുണ്ടാവുമെന്ന് അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് പോലും എനിക്ക് ശരിയായി അനുമാനിക്കുവാൻ കഴിഞ്ഞില്ല. അയാളുടെ സമീപമുള്ള ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അയാളുടെ ചൂട് നിശ്വാസം എൻ്റെ ശരീരത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും മൂകരായിരുന്നു. ഈ സംഭവം എല്ലാവരും വിസ്മയത്തിൻ്റെ ഭയങ്കരമായ ആഘാതം ഏൽപ്പിച്ചിരുന്നു.
വധുവിൻ്റെ രൂപത്തിൽ മുന്നിൽ നിന്നിരുന്ന ദ്രൗപദി എല്ലാ നീതി നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടും കുനിച്ചിരുന്ന തല ഉയർത്തിക്കൊണ്ടും ഇത്ര ഭയങ്കരമായി സംസാരിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. പറഞ്ഞത് ദ്രൗപദിയായിരുന്നു, അത് കേട്ടത് കർണൻ. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ കയറി സംസാരിക്കുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ചുറ്റുപാട് ശ്മശാന മൂകത പരന്നിരുന്നു. ദ്രൗപദി വീണ്ടും തല കുനിച്ചു. സ്വയംവരം ആരംഭിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. സന്ധ്യാസമയമായിരുന്നു. ആകാശത്തിൽ സൂര്യൻ മറഞ്ഞു തുടങ്ങുകയായിരുന്നു. ആ മണ്ഡപത്തിൽ യന്ത്രമത്സ്യത്തിൻ്റെ കരകശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ലായിരുന്നു. ആ യന്ത്രമത്സ്യം ഇനി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അവിരുദ്ധമായ കരകശബ്ദത്തിൽ ഭാവിയിൽ കാലം എത്ര ഭയാനകമായ സംഗീതമാണ് രചിക്കുക എന്ന് യന്ത്രമത്സ്യത്തിനോ കാലത്തിനോ അറിയുമായിരുന്നു. ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം കഴിയാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന മിത്രമായ അംഗരാജാവ് കർണന്റെ നേരെ സഹാനുഭൂതിയോടുകൂടി ഞാൻ നോക്കി. ജീവിത മത്സരങ്ങളിൽ അയാൾ ഇന്ന് തീർത്തും പരാജയപ്പെട്ടു പോയിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ വിയർപ്പിൽ നനഞ്ഞിരുന്നു. അപമാനത്തിന്റെ തീവ്രവും അസഹ്യവുമായ അനുഭവം മൂലം അയാളുടെ ശരീരം യജ്ഞകുണ്ഡം പോലെ കത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അയാളൊന്നും പറഞ്ഞില്ല. എന്തു പറയുവാൻ? എഴുന്നേറ്റ് എല്ലാവരോടും ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. കർണൻ ഹീനനല്ല, നിസാരനല്ല. അയാളെ ഇങ്ങനെ അപമാനിക്കരുത്. അയാൾ അംഗരാജ്യത്തിന്റെ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ്, സ്വതന്ത്രനാണ്. അയാളുടെ കാതുകളിൽ പ്രകാശം ചൊരിയുന്ന കുണ്ടലങ്ങളുണ്ട്, ശരീരത്തിൽ അഭേദ്യമായ കവചമുണ്ട്. അയാൾ ശ്രേഷ്ഠനാണ്. ഞാൻ എഴുന്നേൽക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും സാധാരണ പ്രേക്ഷകരുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ ജാടയും താടിയുമുള്ള ഒരു ബ്രാഹ്മണൻ എല്ലാവരെയും ദൂരെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് വരുന്നതായി ഞാൻ കണ്ടു. മത്സ്യഭേദനത്തിനായി ആരും മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ട ദ്രുപദ രാജാവ് കഠോര ശബ്ദത്തിൽ തൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ജ്വലിക്കുന്ന കനലുകൾ പോലെയായിരുന്നു. എൻ്റെ പുത്രിയെ പാണിഗ്രഹണം ചെയ്യുന്നതിനുള്ള യോഗ്യത ഒരു ക്ഷത്രിയനും ഇന്ന് ആര്യവർത്തത്തിൽ ഇല്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? നിസാരമായ മരം കൊണ്ടുള്ള ഒരു മത്സ്യം ഇന്ന് ആര്യവർത്തത്തെ മുഴുവൻ ജയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യജ്ഞദേവനിൽ നിന്ന് കിട്ടിയ എൻ്റെ ഈ സുഗന്ധിയായ പുത്രിയെ ഞാൻ വീണ്ടും യജ്ഞദേവൻ്റെ ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വിവശനായി തള്ളിയിടണമെന്നാണോ? ഈ രാഷ്ട്രത്തിൻ്റെ ക്ഷത്രിയ തേജസ് നഷ്ടമായി കഴിഞ്ഞു. ഇല്ല. താടിയും ജടയും ധരിച്ച ആ ബ്രാഹ്മണ യുവാവ് മണ്ഡപത്തിന്റെ മധ്യഭാഗത്തേക്ക് വന്നുകൊണ്ട് അഭിമാനത്തോടെ പറഞ്ഞു. അയാൾ കാഷായ വേഷം ധരിച്ചിരുന്നു. ശരീരം മുഴുവൻ ഭസ്മം പൂശിയിരുന്നു. അതുകൊണ്ട് അയാളുടെ നിറം എന്തായിരുന്നുവെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷെ ബാണം പോലെ വേഗത്തിലുള്ള ആ നടത്തം എനിക്ക് പരിചയമുള്ളതായി തോന്നി. ആ നടത്തം അർജുനൻ്റേതിനോട് വളരെയധികം സാമ്യമുള്ളതായിരുന്നു. ഇനി അത് അർജുനൻ തന്നെയാവും. എൻ്റെ ശങ്ക നിറഞ്ഞ മനസ്സ് ഒരു നിമിഷം വിറച്ചു. അവൻ്റെ പിശാചിന് പോലും സ്വയംവര മണ്ഡപത്തിൽ വരുവാൻ കഴിയില്ല. വന്നാൽ തന്നെയും ശൈവചാപത്തിൽ കൈവയ്ക്കുവാൻ ധൈര്യമുണ്ടാവില്ല. പിശാചിനെ ശിവനെ പേടിയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആ ബ്രാഹ്മണകുമാരൻ ശൈവചാപം കർണനെ പോലെ തന്നെ ഒരു കൈകൊണ്ട് ഉയർത്തി. ആ സംഭവം മൂലം നിമിഷങ്ങൾക്ക് മുൻപേ കർണനെ, ആ തേജസ്വിയായ വീരനെ അപമാനിച്ച കാര്യം ആരും ഓർത്തില്ല. എല്ലാവരും വീണ്ടും കൈയടിച്ചുകൊണ്ട് ആ പുതിയ എതിരാളിയെ പ്രോത്സാഹിപ്പിച്ചു. ആ ബ്രാഹ്മണകുമാരൻ മുഖം തിരിച്ച് ശ്രീകൃഷ്ണനെ നേരെ നോക്കി. ഇതിലെല്ലാം എനിക്ക് ദേഷ്യം തോന്നി. ആദ്യം അയാൾ ഇരുന്നാലും എന്ന് പറഞ്ഞപ്പോൾ രാജാക്കന്മാരെല്ലാം ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. കർണനാണെങ്കിൽ അയാളുടെ കാലുകളിലേക്ക് നോക്കി വളരെ നേരം മിണ്ടാതിരുന്നു. ഇപ്പോൾ ഈ ബ്രാഹ്മണകുമാരൻ അയാളുടെ നേരെ നോക്കുന്നു. എന്തിന്? ഇവരെല്ലാം കൃഷ്ണനെ എന്തിനായിട്ടാണ് കണക്കാക്കുന്നത്? ദേവരാജാവായ ഇന്ദ്രനായോ? അല്ല, സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനാണോ? ഞാൻ എൻ്റെ ഇരിപ്പിടം ആവേശത്തോടെ എതിർവശത്തേക്ക് തിരിച്ചിട്ടു. ശ്രീകൃഷ്ണനോ ആ ബ്രാഹ്മണകുമാരനോ ആ മണ്ഡപത്തിൽ വിഡ്ഢികളെ പോലെ കൈയടിക്കുന്ന പ്രേക്ഷകരോ ആരും എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇരിപ്പിടം തിരിച്ചിട്ടപ്പോൾ എൻ്റെ പിന്നിലിരുന്നിരുന്ന ശിശുപാലൻ മുന്നിലായി. അയാൾ ആശ്ചര്യത്തോടെ എന്നെ നോക്കി. അപ്പോഴേക്കും ഭയങ്കരമായ കോലാഹലമായിരുന്നു. അത് നോക്കൂ, ആ ബ്രാഹ്മണകുമാരൻ മത്സ്യഭേദനം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 2 മണിക്കൂറായി സംഭവങ്ങളെ അവതാളത്തിലാക്കിയിരുന്ന ആ യന്ത്രമത്സ്യം ശാന്തിമായിരിക്കുന്നു. ആ ബ്രാഹ്മണകുമാരൻ ധന്യനാണ്. അതാരാണ്? എവിടെ നിന്നാണ്? ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. സരസിനരികിൽ കാഷായ വസ്ത്രം ധരിച്ച ആ യുവാവ് നെഞ്ചു വിരിച്ച് നിന്നിരുന്നു. അയാൾ മത്സ്യത്തിന്റെ കണ്ണുകളിൽ ലക്ഷ്യം തെറ്റാതെ ഭേദിച്ചു. അയാൾ ആരാണ്? ഇത്ര നേരം ഒന്നും മിണ്ടാത്തത് എന്താണ്? ഞാൻ മനസ്സാകുന്ന കുതിരപ്പുറത്ത് ചോദ്യങ്ങളാകുന്ന ചാട്ടവാറുകൊണ്ട് അടിച്ചു തുടങ്ങി. കാൽത്തറയിൽ നിന്നിറങ്ങി സാക്ഷാൽ ആകാശകന്യകയെന്ന് തോന്നുന്ന ദ്രൗപദി തലമുനിച്ച് ലജ്ജാഭാവത്തോടെ ആ ബ്രാഹ്മണകുമാരന്റെ അരികിലെത്തി. ഒരു നിമിഷം അയാളുടെ നേരെ നോക്കിയിട്ട് കയ്യിലെ വെള്ളത്താമര കൊണ്ടുള്ള വരണമാല്യം അയാളുടെ കഴുത്തിൽ അണിയിച്ചു. അതേ സമയത്ത് സൂര്യൻ അസ്തമിച്ചു. സന്ധ്യയുടെ ഭയാനകമായ നിഴൽ ചുറ്റും പരന്നു. സ്വയംവരം കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു പോകുവാനായി എഴുന്നേറ്റു.
എന്നാൽ എൻ്റെ പിന്നിൽ നിന്ന് ശിശുപാലൻ 2 കൈകളും ഉയർത്തി ഉറക്കെ പറഞ്ഞു, ഈ സ്വയംവരം ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാ ക്ഷത്രിയരുടെയും സാന്നിധ്യത്തിൽ പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ ഒരു ക്ഷത്രിയ കന്യകയെ വരിക്കുക, ഇത് ഞങ്ങൾക്ക് വലിയ അപമാനമാണ്. പ്രാണൻ പോയാലും ഞങ്ങളിത് സഹിക്കില്ല. ആ താടിക്കാരനെ പിടിക്കും. പരാജിതരായ എല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തിൻ്റെ വിസ്ഫോടകരമായ ഗർജനത്തെ ശരിവെച്ചു. എല്ലാവരും തങ്ങളുടെ ആയുധമെടുത്തു. ഞാനും ഗത ഉയർത്തി. സ്വയംവര മണ്ഡപം അടുത്ത നിമിഷം തന്നെ സത്യാസത്യങ്ങളുടെ രണാങ്കണമായി മാറി. എല്ലാവരും ആ ബ്രാഹ്മണകുമാരനെ ആക്രമിച്ചു. അയാൾ കയ്യിലിരുന്ന ശൈവശാപം ഉയർത്തി അസംഖ്യം ബാണങ്ങൾ അയച്ചു. എല്ലാവരും അയാളുടെ നേരെ അടുത്തു. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഘോര ശബ്ദം കൊടുങ്കാറ്റ് പോലെ കേട്ടു. കാഷായ വസ്ത്രം ധരിച്ച മറ്റൊരു ബ്രാഹ്മണകുമാരൻ സാക്ഷാൽ പർവ്വതം പോലെ പല്ല് കടിച്ചുകൊണ്ട് എല്ലാവരെയും ആക്രമിച്ചു. അയാളെ കണ്ടപ്പോൾ ഹൃദയമെടുപ്പ് തന്നെ നിന്നുപോയതുപോലെ എനിക്ക് തോന്നി. 6 മണിക്കൂർ വീതം ഞാനുമായി ഗതായുദ്ധം നടത്താറുള്ള അതേ ഭീമൻ ജീവിച്ചിരിക്കുന്നുവോ? പുരോചനൻ പിന്നെ ആരെയാണ് അരക്കില്ലത്തിൽ കത്തിച്ചത്? ചണവും വജ്ജലപ്പുല്ലുമുത്തി കത്തിച്ചത് ആരെയാണ്? യുവരാജാവായ ദുര്യോധൻ്റെ ആശകളെയാണോ അത്? എപ്പോഴും ചെയ്യാറുള്ളതുപോലെ ഞാൻ ഇടത്തെ ഭുജത്തിൽ കെട്ടിയിരുന്ന വെള്ളി കൊണ്ടുള്ള ചെറിയ പെട്ടി തടവനായി കൈ ഉയർത്തി. പക്ഷെ അപ്പോൾ എവിടെ നിന്നറിയില്ല, ശീൽക്കാരത്തോടെ ഒരു ഭസ്തിക ബാണം നേരെ എൻ്റെ ഭുജത്തിൽ തുളച്ചു കയറി. അതിൻ്റെ ഫലമായി പെട്ടിയുടെ കെട്ടും പൊട്ടിപ്പോയി. പെട്ടി തുറന്ന് താഴെ എവിടെയോ വീണു. പിന്നെ എത്ര പേരുടെ കാലുകൾ അതിൽ പതിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല. ഭുജത്തിൽ പതിച്ച ബാണം പുറത്തെടുക്കുന്നതിനായി ഞാൻ അത് പിടിച്ചു വലിച്ചു. അത് ഭസ്തിക ബാണമാണെന്നറിഞ്ഞ കാര്യം പോലും ഞാൻ മറന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ഭുജം അവിടെ തന്നെ കുഴിഞ്ഞു. ബാണത്തിൻ്റെ പൊട്ടിയ തണ്ട് കയ്യിൽ കെട്ടി. അപമാനത്തിൻ്റെ തീവ്രമായ ആഘാതം മൂലം ഞാൻ പരിഭ്രാന്തനായി തീർന്നു. അതിനാൽ ആ വിചിത്രമായ ദൃശ്യം സങ്കല്പിക്കണോ എന്നറിയുവാൻ ഞാൻ സ്വയം പിടിച്ചു കുലുക്കിക്കൊണ്ട് മറ്റേ ബ്രാഹ്മണകുമാരൻ്റെ നേരെ നോക്കി. അതെ, അത് ഭീമൻ തന്നെ. അവൻ്റെ കണ്ണുകളിൽ നിന്ന് തീ വർഷിച്ചിരുന്നു. കൃഷിക്കാരൻ മെതിക്കാനായി കറ്റകൾ എറിയും പോലെ തൻ്റെ ഗത കൊണ്ട് അയാൾ എല്ലാവരെയും തറപറ്റിച്ചു. ശല്യർ മാത്രം അയാളുടെ ചെറുത്തു നിന്നു. മദ്യം കുടിച്ച ആനയെപ്പോലെ അയാൾ തൻ്റെ ഗതയുടെ മുന്നിൽ വരുന്നവരെയെല്ലാം ഭയങ്കരമായ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ പ്രഹരമേറ്റും മുറിവേറ്റ വീരന്മാർ മുഖം മേൽപ്പെട്ടു വരുത്തി ധീനമായി കരഞ്ഞുകൊണ്ട് താഴെ വീണു. കൊടുങ്കാറ്റുപോലെ കാണപ്പെട്ട ആ മഹാകായൻ സ്വയം ആവേശത്തിനു വേണ്ടി ഇടയ്ക്കിടെ ഉന്മത്തനായ വൃക്ഷപത്തെ പോലെ അലറിക്കൊണ്ടേയിരുന്നു. അവൻ്റെ ഗർജനം മൂലം മുകളിൽ തൂക്കിയിരുന്ന യന്ത്രത്തിലെ മരം കൊണ്ടുള്ള നിശ്ചലമായ മത്സ്യം പോലും ഇളകിക്കൊണ്ടിരുന്നു. തീർച്ചയായും അത് ഭീമസേനൻ തന്നെ. പക്ഷേ അവൻ എവിടെ നിന്ന് വന്നു? എങ്ങനെ വന്നു? ആകാശത്തിൽ നിന്നോ പാതാളത്തിൽ നിന്നോ? തൻ്റെ ഭാരിച്ച ഗത കൊണ്ട് അവൻ സാക്ഷാൽ യമനെയും അടിച്ചിട്ടുണ്ടാവുമോ? അവൻ്റെ നൃത്തം മൂലം സ്വയംവര മണ്ഡപം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതുപോലെ 1-2 മണിക്കൂർ അലറിക്കൊണ്ട് നൃത്തം ചെയ്യുവാൻ തീർച്ചയായും മണ്ഡപം 4 പാടും ഇടിഞ്ഞു വീഴും. എനിക്ക് ഭ്രാന്ത് പിടിച്ചില്ല എന്നൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭീമൻ ജീവിച്ചിരിക്കുന്നത് എങ്ങനെ? ഭയം കൊണ്ട് വിറച്ച് എൻ്റെ മനസ്സ് കരഞ്ഞുകൊണ്ടിരുന്നു. രഥചക്രത്തിനടിയിൽപ്പെട്ട കാൽ പോലെ മനസ്സ് സ്പന്ദമായി പോയി. അവൻ എല്ലാവരെയും കൊല്ലുവാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നി. അത് ഭീമനോ അതോ ചുറ്റിത്തിരിയുന്ന അവൻ്റെ പ്രേതമോ? സത്യമേത് സ്വപ്നമേത് എന്ന് മനസ്സിലാക്കുന്നില്ല. വാർണാവർത്തത്തിലെ ചാരത്തിൽ നിന്നും അവൻ ഈ സുന്ദരമായ രൂപം എങ്ങനെ കിട്ടി? ചാരനായി ചമഞ്ഞ് പുരോചനൻ ചതിക്കുകയായിരുന്നു. അല്ല, എൻ്റെ ഭാഗ്യം തന്നെ പ്രതികൂലമായതാണോ? ഒരു തരത്തിൽ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ ആ കോലാഹലത്തിൽ നിന്ന് പുറത്തു കടന്നു. ഭീമൻ എൻ്റെ നേരെ തുറച്ചു നോക്കി, ഗർജിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവന് ചുറ്റും ശല്യർ, സുദാമൻ, ശിശുപാലൻ, ജരാസന്ധൻ, സുഷേണൻ തുടങ്ങിയവരുണ്ടായിരുന്നു. മത്സ്യഭേദനം ചെയ്ത അർജുനൻ സരസനടുത്ത് ദ്രൗപദിയുടെ സമീപം ചുറ്റിത്തിരിയുവാൻ ആരെയും അനുവദിച്ചില്ല. വർഷകാലത്ത് മേഘങ്ങളിൽ നിന്നു പോലും ജലം ധാരയായി വീഴുന്നത് പോലെ ശൈവജാപത്തിൽ നിന്ന് അയാൾ നിരന്തരം ബാണങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ ബാണങ്ങളേറ്റ് മേൽക്കൂരയിൽ ധാരാളം ദ്വാരങ്ങൾ വീണു. നിമിഷം തോറും കനത്തുവരുന്ന അന്ധകാരത്തിൽ ബഹളം നിയന്ത്രിക്കുന്നതിനായി ചില സേവകന്മാർ ഭയങ്കരമായി ജ്വലിക്കുന്ന പന്തങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ആ പ്രകാശത്തിൻ്റെ സഹായത്തോടെ എല്ലാവരും ഭീമാർജുനന്മാരുടെ മേൽ കൂടുതൽ ശക്തിയിൽ ആക്രമിച്ചുകൊണ്ടിരുന്നു. കോലാഹലവും ആക്രമണവും ഏർക്കൊണ്ടിരുന്നു. എൻ്റെ മസ്തിഷ്കം നിശബ്ദമായി പോയി. വളരെ വിഷമിച്ച് ഞാൻ കോലാഹലത്തിൽ നിന്ന് പുറത്തു വന്നു. എല്ലാ രാജാക്കന്മാരും എഴുന്നേറ്റ് യുദ്ധം ചെയ്യുവാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇരിപ്പിടങ്ങളുടെ സ്ഥലം ശൂന്യമായിരുന്നു. യുവരാജാവായ ദൃഷ്ടദ്യുമ്നനും അദ്ദേഹത്തിൻ്റെ അച്ഛനും എല്ലാവരും ശാന്തരാകുവാൻ അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അവരുടെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. നിരയായി കിടക്കുന്ന ശൂന്യമായ ഇരിപ്പിടങ്ങളിൽ ദൂരെ ഒരു ഇരിപ്പത്തിലിരിക്കുന്ന കർണനെ ഞാൻ കണ്ടു. അയാൾ 2 കൈകൊണ്ടും തല അമർത്തിക്കൊണ്ട് ചിന്താകുലനായിരുന്നു. ദ്രൗപദിയുടെ വാക്ഷരത്താൽ മുറിവേറ്റ ആ വീരൻ വ്യാകുലനും ചിന്താമഗ്നമായിരുന്നു. ഞാൻ ഓടി അയാളുടെ അടുത്തെത്തി.
അയാളുടെ വിശാലമായ പുറത്ത് കൈവച്ച് അയാളെ മുറുകെ കുലുക്കിക്കൊണ്ട് ഞാൻ ഉറക്കെ പറഞ്ഞു, കർണ, അർജുനൻ ജീവിച്ചിരിക്കുന്നു. അവൻ തന്നെയാണ് സ്വയംവരത്തിൽ ദ്രൗപദിയെ നേടിയത്. മണ്ഡപത്തിന് സമീപം ചെല്ലുവാൻ അവൻ ആരെയും അനുവദിക്കുന്നില്ല. ഘോരമായ യുദ്ധം നടക്കുന്നു. എന്താണ് സത്യമെന്ന് മനസ്സിലാകുന്നുമില്ല. ഉണങ്ങിയ ഒരു ചെറിയ മരക്കഷ്ണം ശരീരത്തിൽ വീണാൽ ഗർജിക്കുന്ന ചാവലനായ സിംഹത്തെ പോലെ അയാൾ തൽക്ഷണം എഴുന്നേറ്റു. അർജുനൻ, അർജുനൻ, അർജുനൻ. വേണമെങ്കിൽ ഒരു സൂതപുത്രൻ അവൻ്റെ മുന്നിൽ നിന്ന് ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് ഇന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. മിന്നൽ വേഗത്തിൽ അയാൾ തിരിഞ്ഞു. അയാളുടെ മുഖം ജ്വലിച്ചു. കുണ്ടലങ്ങൾ തിളങ്ങി. എന്നെ ഒരു വശത്തേക്ക് മാറ്റിക്കൊണ്ട് അയാൾ മണ്ഡപത്തിന്റെ മധ്യത്തിൽ നിർമ്മിച്ചിരുന്ന സരസിനെ നോക്കി കുതിച്ചു. സമീപത്തുണ്ടായിരുന്ന ഭോജരാജാവിന്റെ കയ്യിൽ നിന്നും തന്റെ വില്ല് തട്ടിയുറപ്പിച്ചു. അർജുനന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ എല്ലാവരോടുമായി ഉറക്കെ പറഞ്ഞു, ദൂരെ മാറി നിൽക്കൂ. അയാളുടെ ശബ്ദം മേഘഗർജനം പോലെ തീവ്രമായിരുന്നു. എല്ലാവരും ആ കൈകൾ തടഞ്ഞു. അർജുന, ശരിക്കും ക്ഷത്രിയനാണെങ്കിൽ കയ്യിലുള്ള ശൈവജാവം കൊണ്ട് സൂതപുത്രനായി ഈ കർണന്റെ ശിരസ് ഛേദിച്ച് പാഞ്ചാലത്തിലെ സൗന്ദര്യോന്മതയായ രാജകുമാരിയെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ക്ഷത്രിയനാണെന്ന് കരുതി തിരഞ്ഞെടുത്ത അർജുനൻ ഈ കർണന്റെ ബാണത്തിന്റെ ഒരു ദുർബലമായ ഭക്ഷണം മാത്രമാണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. അയാൾ ആവേശത്തോടെ പറഞ്ഞു. അർജുനനും ശൈവചാപം എടുത്തു. അവർ തമ്മിൽ യുദ്ധം നടക്കുമെന്ന് കരുതി ദ്രൗപദി അർജുനനോട് ചേർന്ന് നിന്നു. അവളെ അകറ്റി നിർത്തി അർജുനൻ ബാണമെടുത്തു തൊടുത്തു. പക്ഷേ കർണൻ ആ ബാണത്തെ തൽക്ഷണം ഖണ്ഡിച്ചു. പിന്നീട് രണ്ടുപേരും തമ്മിൽ ബാണങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. പന്തത്തിന്റെ മങ്ങിയ പ്രകാശത്തിൽ രണ്ടുപേരും കൃത്യമായി ബാണം അയക്കുന്നത് പ്രയത്നിച്ചു. ബാണങ്ങൾ ഖണ്ഡിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. രണ്ടുപേരും മണിക്കൂറുകളോളം നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു തീരുമാനത്തിലെത്തിയില്ല. ഭീമനും ശല്യരും അപ്പോഴും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ആ സ്വയംവര മണ്ഡപം രൂക്ഷമായ ഒരു രണാങ്കണമായി. മധ്യഭാഗത്തുണ്ടായിരുന്ന സരസ് ബാണങ്ങൾ കൊണ്ട് നിറഞ്ഞു. വെള്ളം തീരെ കവിഞ്ഞു. മേൽക്കൂര ഛിന്ന ഭിന്നമായി. ദ്രൗപദി അർജുനന്റെ കഴുത്തിലിട്ട വരണമാല്യം കർണന്റെ ബാണങ്ങളേറ്റ് മുറിഞ്ഞ് കാൽക്കൾ വീണു. യുദ്ധം അന്തിമ തീരുമാനത്തിലെത്തിയില്ല. രണ്ടുപേരും പ്രാണം പണയം വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ബാണങ്ങൾ കൂട്ടിമുട്ടുമ്പോഴുള്ള തീപ്പൊരി കണ്ണു മഞ്ഞളിപ്പിച്ചു. അവസാനം ആർക്കും ഒന്നും മനസ്സിലാകുന്നതിന് മുമ്പേ യുദ്ധം നിന്നു. എല്ലാവരും തമ്മിൽ ആശ്ചര്യത്തോടെ നോക്കി. ബാണങ്ങൾ കൂമ്പാരത്തിൽ കൈകൾ ഉയർത്തി രണ്ടുപേരുടെയും നടുവിലായി ശ്രീകൃഷ്ണൻ നിന്നിരുന്നു. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നിരുന്നു. എന്നിട്ടും അയാൾ ശാന്തസ്വരത്തിൽ മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കർണ, അർജുന, നിൽക്കൂ. നിങ്ങൾക്ക് യുദ്ധത്തിനായി ബാണങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമയമെങ്കിലും പാഞ്ചാലർക്ക് കൊടുക്കൂ. ആവനാഴിയിലെ ബാണം തീർന്നിരിക്കുന്നു. യുദ്ധാസ്ത്രം അനുസരിച്ച് ഒരിക്കൽ ഉപയോഗിച്ച അസ്ത്രം ഒരു യോദ്ധാവും വീണ്ടും ഉപയോഗിക്കുവാൻ പാടില്ല. അയാൾ ഒരിക്കൽ കൂടി ചിരിച്ചു. ഉത്തരയെ ശരിപ്പെടുത്തിക്കൊണ്ട് രാജഭവനത്തിൽ പെട്ടെന്ന് പോയി. കർണനും അർജുനനും ഞെട്ടിക്കൊണ്ട് തങ്ങളുടെ ആവനാഴിയിൽ കൈയിട്ടു. ഒറ്റ ബാണം പോലും കയ്യിൽ കിട്ടിയില്ല. വിവശനായ അർജുനൻ കയ്യിലിരുന്ന ശൈവചാപം വലിച്ചെറിഞ്ഞു. ദ്രൗപദിയുടെ വർണ്ണമാല്യം ആ ചാപത്തിനടിയിലായി. അതിലെ വെളുത്ത താമരപ്പൂകൾ ചതഞ്ഞ് ഛിന്ന ഭിന്നമായി പോയി. കർണനും തിരിഞ്ഞു പോന്നു. വിയർപ്പിൽ കുളിച്ച അയാളുടെ തോളിൽ ഞാൻ കൈവച്ചു. അയാളുടെ ശരീരം സ്പർശിച്ച മാത്രയിൽ എൻ്റെ കൈകൾ പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വകവച്ചില്ല. സാക്ഷാൽ അർജുനനെ തന്നെ എതിരിടുന്ന ഒരു വീരനാണ് എൻ്റെ അടുത്ത് എന്ന് തോന്നൽ എന്നെ ആനന്ദിപ്പിച്ചു. എനിക്ക് ധൈര്യം തന്നു. ഞാൻ അയാളോട് പറഞ്ഞു, കർണ, ഇനി ഒരു നിമിഷം നമുക്ക് ഈ നഗരത്തിൽ നിൽക്കണ്ട. നിങ്ങളുടെ അപമാനം ദുര്യോധനന്റെയും അപമാനമാണ്. അംഗരാജൻ ഈ ഘോരയുദ്ധത്തിൽ അപ്രിയനായ ഒരു സംഭവിച്ചിരിക്കുന്നു. താങ്കളെ സഹായിക്കാനായി ഓടിവന്ന താങ്കളുടെ പുത്രൻ അശ്വത്ഥാമാവ് പറയുവാൻ മടിച്ചു. അയാളുടെ ശിരസ് കുനിഞ്ഞിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. സുധാമൻ എവിടെയാണ്? അശ്വത്ഥാമാവെ താങ്കളൊന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ശക്തിയോടെ തലയിറക്കിക്കൊണ്ട് അശ്വത്ഥാമാവിനെ പിടിച്ച് കുലുക്കിക്കൊണ്ടും ചോദിച്ചു. അയാളുടെ ചുരുണ്ട സ്വർണ്ണമുടികളിൽ തങ്ങി നിന്ന വിയർപ്പ് തുള്ളികളിൽ അശ്വത്ഥാമാവിന്റെ തലയിൽ കെട്ടിയിരുന്ന വസ്ത്രത്തിൽ തെറിച്ചു വീണു. കർണന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിക്കാൻ തുടങ്ങി. അവ മണ്ഡപത്തിൽ തന്റെ പുത്രനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ മകൻ നിത്യശാന്തിയിൽ ലയിച്ചു കഴിഞ്ഞു അംഗരാജൻ. ബാണങ്ങളുടെ കൂമ്പാരത്തിൽ കിടന്ന സുധാമാവിന്റെ ശവശരീരത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിറഞ്ഞ കണ്ടത്തോടെ അശ്വത്ഥാമാവ് പറഞ്ഞു. സുധാമൻ. തലയുയർത്തി വിളി കേൾക്കാത്ത പുത്രനെ ഉറക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരുടെയും ഇടയിൽ നിന്ന് അയാൾ തന്റെ പുത്രന്റെ ശവശരീരത്തിന് നേരെ ഓടി. അയാളുടെ കാൽക്കീഴിൽ തന്നെ ദ്രൗപദിയുടെ കയ്യിലെ വരണമാല്യം കിടന്നിരുന്നു. അയാൾ ക്രുദ്ധനായി അത് കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അടുത്ത നിമിഷം മുട്ടുകൊത്തി തിന്ന തന്റെ പ്രിയപുത്രന്റെ പ്രാണൻ അറ്റ കൈകൾ സ്വന്തം കയ്യിലെടുത്തു. നിമിഷങ്ങൾക്ക് മുമ്പ് സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് യുദ്ധം ചെയ്തിരുന്ന ഈ രാധേയൻ പുത്രശോകത്തിൽ തേങ്ങിക്കരയുവാൻ തുടങ്ങി. തോളത്ത് കൈവച്ച് അശ്വത്ഥാമാവ് അയാളെ എങ്ങനെയോ മണ്ഡപത്തിന് പുറത്ത് കൂട്ടിക്കൊണ്ടുവന്നു. വിവിധ തരത്തിലുള്ള 3 ഭാവങ്ങൾ ഒരേ സമയം അയാളുടെ മനസ്സിനെ പ്രവചിച്ചിരുന്നു. അപമാനം, വിജയവഞ്ചന, പുത്രവിയോഗം. എൻ്റെ നിർദ്ദേശം കിട്ടിയപ്പോൾ തങ്ങളുടെ സേവകൻ സുധാമാവിൻ്റെ മൃതദേഹം പൊക്കിയെടുത്തു.
കർണപുത്രൻ ഹസ്തിനാപുരത്തിൽ ജനിച്ച് പാഞ്ചാല രാജ്യത്തിൽ തൻ്റെ പിതാവിൻ്റെ സഹായത്തിനായി ഓടിക്കൊണ്ട് അന്ത്യശ്വാസം വലിച്ചു. നഗരം വിട്ട് ഗംഗാതടത്തിൽ അവൻ്റെ മൃതശരീരം ചിതയെടുത്ത സമയത്ത് അവിടമാകെ പരന്നിരുന്ന ഏകാന്തമായ ശാന്തി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കുവാനാവില്ല. ഗംഗയിലെ കളകളം പൊഴിയുന്ന ഓളങ്ങൾ തീർച്ചയായും കർണനോട് പറഞ്ഞിരിക്കും, കർണ, നിന്റെ പുത്രൻ പോയി. പുത്രശോകം എങ്ങനെയിരിക്കുമെന്ന് അർജുനനെ കാണിച്ചു കൊടുക്കും. വളരെയധികം ധൈര്യത്തോടെ അംഗരാജാവ് കയ്യിലിരുന്ന പന്തം കൊണ്ട് ചിതയ്ക്ക് തീ കൊളുത്തി. ആ ചിതയുടെ ആകാശം മുട്ടുന്ന തീനാളങ്ങൾ ഭീതിയുതവും ഭയങ്കരവുമായ പ്രതിബിംബം ഗംഗയിലെ ചരിക്കുന്ന ഓളങ്ങളിൽ നീണ്ടു കിടന്നു. സുദാമാവിനെ അഗ്നിയിൽ അർപ്പിച്ച് ഖിന്നമായ മനസ്സോടെ ഞങ്ങൾ കാമ്പല്യത്തിലേക്ക് തിരിച്ചു. ആ കറുത്ത രാത്രിയിൽ തന്നെ ഞങ്ങൾ ഹസ്തിനാപുരത്തിൽ തിരിച്ചെത്തി. പക്ഷേ എൻ്റെ മനസ്സ് ഒന്നിലും ഉറച്ചു നിന്നില്ല. പാലിൻ്റെ ചക്ഷകം ഉയർത്തിയാലും സുഗന്ധപുഷ്പങ്ങൾ കയ്യിലെടുത്താലും കൗരവരുടെ പ്രസിദ്ധമായ രാജനട്ടിന് നേരെ നോക്കിയാലും ഓരോന്നിനും ഭീമന്റെ രൂപം മാത്രമേ എനിക്ക് കാണുവാനുണ്ടായിരുന്നുള്ളൂ. പല്ലു കടിച്ചുകൊണ്ട് അയാൾ എൻ്റെ മേൽ ചാടി വീഴുന്നത് പോലെ തോന്നി. ഓരോ നിമിഷവും അയാളുടെ ഓർമ്മയിലൂടെ ജ്വാല എന്നെ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ യുവരാജാവാണ്. എൻ്റെ ഒരേ ഒരു ശബ്ദത്തിൽ ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഖഡ്ഗവുമായി ആ ഭീമനെ ആക്രമിക്കും. ദുശാസനൻ, മഹാമയൻ ഭീഷ്മർ, ഗുരു ദ്രോണാചാര്യർ, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, വൃഷവർമാവ്, കൗരവരുടെ വിശാലമായ സൈന്യം ഇതുവരെയും എൻ്റെ രക്ഷയ്ക്കായുള്ളവരാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞിരുന്നു. എന്നിരുന്നാലും മനുഷ്യൻ മറ്റൊരാളുടെ ആശ്രയത്തിൽ ഒരിക്കലും സുരക്ഷിതനായിരിക്കില്ല. ഓരോരുത്തർക്കും ആദ്യം സ്വന്തം മനസ്സ് നിർഭയമാക്കേണ്ടി വന്നു. ഭീമനെ കാണുമ്പോൾ ചിതറിക്കിടക്കുന്ന മനസ്സിൻ്റെ ഇഴകൾ ഒന്ന് അഴിച്ചു കിട്ടുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവ കൂടുതൽ കെട്ടുവിണഞ്ഞു. ഞാൻ വീണ്ടും വീണ്ടും സ്വയം പറഞ്ഞു, ദുര്യോധന, നീ വീരനാണ്. ഭീമനെ ഇത്രയധികം പേടിക്കുന്നത് എന്തിനാണ്? നീ ഗദാവീരനാണ്. സമയം വരുമ്പോൾ എല്ലാവരെയും വിട്ട് കയ്യിൽ ഗദ ചുരുട്ടിക്കൊണ്ട് ആ ഭീമന്റെ മേൽ ചാടി വീഴുക. ഇങ്ങനെ മനസ്സിനെ വ്യാകുലപ്പെടുത്തരുത്. മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. പക്ഷേ ഗ്രീഷ്മകാലത്ത് കണ്ണിന് മുന്നിൽ ചുറ്റപ്പെടുന്ന കൊതുകിനെ പോലെ ആ ഭീമന്റെ രൂപം എൻ്റെ കണ്ണിന് മുന്നിൽ തന്നെ നിന്നു. മനസ്സാരുടെയെങ്കിലും ധൈര്യം പകരുന്ന വാക്കുകൾക്കായി കൊതിച്ചു. ഞാൻ അറിയാതെ തന്നെ സേവകനായ പ്രംചനെ കർണന്റെ അടുത്തേക്ക് അയച്ചു. സേവകൻ ചെന്ന ഉടനെ അയാൾ വന്നു. പിന്നീട് എൻ്റെ 2-3 മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞില്ല. അയാളോടൊപ്പം ഇരിക്കുമ്പോൾ പോലും ജീവിതം 1000 മടങ്ങ് സമർത്ഥമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ അയാളുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ അയാളെ സ്തുതിച്ചില്ല. പുരോഹിതനെ പോലെ അയാളും ജന്മവും എനിക്ക് വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. രാജാവ് ഒരിക്കലും ആരെയും സ്തുതിക്കരുത് എന്ന പാഠം കണകൻ എന്നെ പഠിപ്പിച്ചിരുന്നു. കർണനോടൊപ്പം പലപ്പോഴും അശ്വത്ഥാമാവും വന്നു തുടങ്ങി. കേൾക്കുമ്പോൾ മനസ്സ് മുഴുകിപ്പിരിക്കുന്ന തരത്തിലുള്ള ആശ്ചര്യത്തോടെ പല കാര്യങ്ങളും പറഞ്ഞു. ദ്രൗപദി സ്വയംവരത്തിന് ശേഷം ഒരു ദിവസം കർണനോടൊപ്പം അയാൾ എൻ്റെ അടുത്ത് വന്നു. 15 ദിവസത്തിന് ശേഷം വരുന്ന നഗരോത്സവത്തിൽ രഥങ്ങളുടെ മത്സരം വേണമെന്ന് പറയുവാൻ വന്നതായിരുന്നു. കർണൻ അയാൾക്ക് കുതിര, രഥം, അസ്ത്രം, സൂര്യാരാധന, ധനുർവേദം, മല്ലയുദ്ധം ഇവയെക്കുറിച്ച് ലോകത്തിൽ മറ്റാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാമോ അതെല്ലാം പറഞ്ഞു കൊടുത്തു. മത്സരത്തെ പറ്റിയുള്ള അയാളുടെ പ്രമേയം ഞാൻ ഉടനെ സ്വീകരിച്ചു. സ്വാഭാവികമായ വിനോദത്തോടെ അയാൾ എന്നോട് പറഞ്ഞു, കർണ, ലോകം തന്നെ ഒരു മത്സരമാണ്. എങ്കിൽ നാം അത് ജയിക്കുക തന്നെ വേണം. അതേ സഹഭാവത്തോടെ കർണൻ പറഞ്ഞു. അതത്ര എളുപ്പമല്ല. അശ്വത്ഥാമാവ് സഹജമായ സന്തോഷത്തിൽ ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു. ഈ മത്സരം നടക്കുന്ന സ്ഥലത്തിൻ്റെ വീതിയും നീളവും ആർക്കും അറിയില്ല. അശ്വത്ഥാമാവ് എപ്പോഴും അല്പം ഗുപ്തമായ കാര്യങ്ങളായി സംസാരിക്കുക. ഈ ലോകത്തിന് അത്തരം ദിവ്യസ്ഥലം ഏതാണുള്ളതെന്ന് ഞാൻ ചോദിച്ചു. ഉണ്ട്, മനസ്സ് എന്ന സ്ഥലം. അവിടെ ആകാംക്ഷകളുടെ സജ്ജീകരിക്കുന്ന രഥവുമായി മനുഷ്യർ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ മത്സരത്തിൽ പങ്കുവെടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആർക്കും വിജയം കഴിക്കുവാൻ കഴിയില്ല. ഞാൻ അശ്വത്ഥാമാവിൻ്റെ തത്വജ്ഞാനത്തിൻ്റെ കണികൾ ജീവിതമായി കൂട്ടിയിണക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവ ഒരുമിക്കുന്നില്ല. അശ്വത്ഥാമാവിൻ്റെ ചിന്തകളെ ഞാൻ മറക്കുവാൻ ശ്രമിച്ചു. എങ്കിലും അവ എപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിഴൽ വച്ചിരുന്നു. ഭീമനെ ജീവിതത്തിൻ്റെ കിടുക്കിൽപ്പെടുത്തുക എന്ന ചിന്ത എൻ്റെ മനസ്സിൻ്റെ വന്നപ്പോൾ മുതൽ ഞാൻ നിശ്ചിതനായി. ഒരു വരയിൽ നിന്ന് ഭീമൻ രക്ഷപ്പെട്ടു. സാരമില്ല, അവന് വേണ്ടി ഉറപ്പുള്ള മറ്റൊരുവനെ നിർമ്മിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അവന് വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വലകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഇനി അവൻ്റെ മുറിച്ച ചെരുവിരലിനു വേണ്ടി കേവലം ഒരു വെള്ളിപ്പെട്ടി ഉണ്ടാക്കേണ്ടതില്ല. മറിച്ച് അവൻ്റെ തലയോട് തന്നെ കൗരവരുടെ സിംഹാസനത്തിന് ചുവട്ടിൽ കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. കാരണം പാഞ്ചാലി സ്വയംവരത്തിൽ ആ കറുമ്പനായ അർജുനൻ പാഞ്ചാലിയെ നേടിയെടുത്തു. അവസാനമുണ്ടായ യുദ്ധത്തിൽ ആ അഹങ്കാരിയായ ഭീമൻ എൻ്റെ പുറത്ത് ഗദ കൊണ്ട് ശക്തമായി പ്രഹരിച്ചു. മറ്റൊന്നുകൂടി സംഭവിച്ചു. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഭാഗ്യം ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ദ്രൗപദി കർണനെ അപമാനിച്ചത്. എല്ലാ വീരന്മാരുടെയും മുന്നിൽ വെച്ച് ആ ദുർബുദ്ധി ഈശ്വരൻ തന്നെയാണ് അവർക്ക് കൊടുത്തത്. ഇനി ഞാൻ കർണനെ ആ അപമാനത്തെപ്പറ്റി നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശക്തിശാലിയായ വീരന്റെ പുരുഷാർത്ഥത്തെ എപ്പോഴും ഉണർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവസരം കിട്ടുമ്പോൾ കർണൻ ദ്രൗപദിയോട് പകരം വീട്ടും.
അയാൾ ഇപ്പോൾ എൻ്റെ വലം കൈ മാത്രമെങ്കിലും പൂർണ്ണമായി എൻ്റെ കൈപ്പിടിയിൽ എന്തെങ്കിലും വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കർണൻ, സൂര്യഭുക്തനായ കർണൻ, കവചകുണ്ടലധാരിയായ കർണൻ, വിശാലമായ ശരീരമുള്ള കർണൻ. ദുര്യോധനൻ്റെ കൈപ്പിടിയിലാവും. അതിനുശേഷം അയാളുടെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അതുപോലെ മാത്രമായി തീരും. ഹസ്തിനാപുരിയിൽ സ്വാമി, അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ കർണൻ ദുര്യോധൻ്റെ ഈ സുന്ദര സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ലോകസ്പഷ്ടമായി കാണും. ആ ബഹളത്തിനിടയിൽ അത്യന്തം അപ്രിയമായ ഒരു കാര്യം എനിക്ക് മറക്കുവാൻ കഴിഞ്ഞില്ല. സ്വയംവരത്തിന് ശേഷം നടന്ന യുദ്ധത്തിൽ അർജുനൻ കർണന്റെ പുത്രന്റെ സുധാമാവിനെ തൻ്റെ ബാണങ്ങൾ കൊണ്ട് ഛിന്ന ഭിന്നമാക്കി. ചില ബാണങ്ങൾ അവൻ്റെ ശാന്തമായ മുഖത്ത് പോലും തറച്ചിരുന്നു. ആ വീരപുത്രൻ ഈ ലോകത്തിൽ എത്ര തന്നെ കണ്ടിരിക്കുന്നു. അവൻ്റെ വധത്തിലൂടെ അർജുനൻ ധീരൻ എന്ന് ആര് പറയും? കർണൻ അർജുനനെ വധിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താൽ അതുകൊണ്ട് അയാളെ ആക്രമിയെന്ന് ആർക്ക് പറയുവാൻ കഴിയില്ല. വെറും ആദർശ വചനങ്ങൾ കൊണ്ട് മാത്രം നീതി നിയമങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയില്ല. അവ ജീവിതത്തിൽ നിന്നുള്ള ശക്തമായ അനുഭൂതിയിലൂടെ മാത്രം ഉണ്ടാകുന്നതാണ്. അതെ, ഇനി തുടരും.